വില്ലുവണ്ടി എന്ന കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ള ഈ പഠന ക്ലാസിൻ്റെ അധ്യക്ഷ പദവി വഹിക്കുന്ന വില്ലുവണ്ടി ഗ്രൂപ്പിൻ്റെ ചെയർമാൻ, എൻ്റെ പ്രിയ സഹോദരൻ ഹരികുമാർ മരൂർക്കാവ്, ഈ പഠന ക്യാമ്പിന് സ്വാഗതം ആശംസിച്ച എൻ്റെ സുഹൃത്തും അതേപോലെ നല്ല മികച്ച ദലിത് സംഘാടകനും അംബേദ്കറൈറ്റ് പാതയിൽ വളരെ സജീവമായി ഇടപെടുന്ന ഒരു സാമൂഹ്യ പ്രവർത്തകനും ഒക്കെയായിട്ടുള്ള പ്രിയ സഹോദരൻ അരവിന്ദ് മറ്റം, ഇന്ന് ഈ പഠന ക്ലാസ്സിലേക്ക് വരാൻ നിമിത്തമാവുന്ന രീതിയിൽ സഹോദരൻ അരവിന്ദിനും ഒക്കെ ഒപ്പം എന്നെ വന്ന് കണ്ട് ക്ഷണിച്ച പ്രിയമുള്ള ഇതിൻ്റെ ട്രഷറർ കൂടിയായ ബസന്ത് കണ്ണമംഗലം, അതേപോലെ ജോയിൻറ്റ് കൺവീനർ ശിവദാസൻ കണ്ടിയൂർ, വില്ലുവണ്ടിയുടെ വൈസ് ചെയർമാൻ സഹോദരൻ രാജീവ് കരിപ്പുഴ, മറ്റ് ഇവിടെ സന്നിഹിതരായിട്ടുള്ള പ്രിയ സഹോദരങ്ങൾ, എൻ്റെ ആത്മമിത്രങ്ങളായ ജ്യേഷ്ഠാനുജന്മാരെ, പ്രിയമുള്ളവരെ, നിങ്ങൾക്കേവർക്കും ഇന്ത്യയിലെ മർദ്ദിത ജനകോടികളുടെ ആരാധ്യനായ നേതാവും ഇന്ത്യ എന്ന രാഷ്ട്രത്തിൻ്റെ പിതാവും ലോകത്തിന് തന്നെ ജനാധിപത്യത്തിൻ്റെ സമഗ്രമായ ദർശനം സംഭാവന ചെയ്ത പ്രത്യയശാസ്ത്രകാരനും ദലിത് വിമോചകനുമായ ബാബാ സാഹേബ് ബോധസത്വ ഭീമറാവു റാംജി അംബേദ്കറുടെയും ലോക തൊഴിലാളി വർഗ ചരിത്രത്തിൽ ഇടം പിടിച്ചുകൊണ്ട് കേരളത്തിലെ അധസ്ഥിത ജനകോടികളെ ജനാധിപത്യത്തിലേക്ക് നയിക്കാൻ, ആധുനിക കേരളത്തെ നിർമ്മിക്കാൻ അതിമഹത്തായ ജനാധിപത്യ പോരാട്ടത്തിന് നേതൃത്വം നൽകിയ മഹാനായ വിപ്ലവകാരി മഹാത്മാ അയ്യങ്കാളിയുടെയും ദലിത് വംശത്തിൻ്റെ വിമോചനത്തിനു വേണ്ടിയുള്ള നീണ്ട പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകിയ പൂർവ്വസൂരികളായ മഹാരഥന്മാരുടെ എല്ലാം നാമത്തിൽ എൻ്റെ സ്നേഹോഷ്മളമായ വിപ്ലവാത്മകമായ ജയ് ഭീം അർപ്പിക്കുന്നു. വില്ലുവണ്ടി എന്ന ഈ നെറ്റ്വർക്കിൻ്റെ ആഭിമുഖ്യത്തിലാണ് ഈ തരത്തിലൊരു പഠന ക്യാമ്പ് ഇന്ന് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. അത്തരത്തിൽ ഒരു കൂട്ടായ്മയ്ക്ക്, പുതിയ കാലത്ത് നമ്മുടെ ഒരു സാഹോദര്യ കൂട്ടായ്മയ്ക്ക് വില്ലുവണ്ടി എന്ന് പേരിടുമ്പോൾ ആ ആശയത്തെ ആദ്യമേ തന്നെ ഞാൻ ശ്ലാഘിക്കുകയാണ്. അത്തരത്തിലൊരു നാമകരണം നമ്മുടെ കാലഘട്ടത്തോടും ചരിത്രത്തോടും നീതി പുലർത്തുന്നതാണ് എന്നതുകൊണ്ട് സംഘടകരെ ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. വില്ലുവണ്ടി ഒരു പ്രതീകമാണ്. ലോക ചരിത്രത്തിൽ തന്നെ അടിച്ചമർത്തപ്പെട്ട, മർദ്ദിതരായ, അടിമകളായ, അസ്വതന്ത്രരായ ഒരു ജനതയുടെ സമഗ്രമായ വിമോചനത്തിന് വേണ്ടിയുള്ള ഏറ്റവും ശക്തമായ വിപ്ലവ മുന്നേറ്റത്തിൻ്റെ പ്രതീകമാണ് വില്ലുവണ്ടി. ലോക ചരിത്രത്തിൽ സമാനതകളില്ലാത്ത പ്രത്യക്ഷ വിപ്ലവമാണ് മഹാത്മാ അയ്യൻകാളി നിർവഹിച്ചത്. വലിയ പ്രത്യയശാസ്ത്രത്തിൻ്റെ പിൻബലത്തോടെ പാശ്ചാത്യമായ പല ദർശനങ്ങളുടെയും പിന്തുടർച്ചയെന്നോണമാണ്, ആ ദർശനങ്ങളെ പിന്തുടർന്നുകൊണ്ടാണ് ലോകത്ത് പലയിടത്തും
വലിയ സാമൂഹ്യ രാഷ്ട്രീയ വിപ്ലവങ്ങൾ സംഭവിച്ചിട്ടുള്ളത്. അത്തരമൊരു വിപ്ലവമാണ് 1917 നമ്മൾ കേട്ടിട്ടുള്ള പഠിച്ചിട്ടുള്ള റഷ്യൻ വിപ്ലവം എന്ന് പറയുന്നത്. റഷ്യൻ വിപ്ലവത്തെ നയിച്ചത്, അതിൻ്റെ പിന്നിലെ സ്വാധീനം മാർക്സിസം എന്ന ആഗോള ദർശനമായിരുന്നു. മാർക്സിസം എന്ന കമ്മ്യൂണിസം എന്ന വലിയ സിദ്ധാന്തത്തിൻ്റെ, പ്രത്യയശാസ്ത്രത്തിൻ്റെ ആ അടിത്തറയിലാണ് വർഗസമരം എന്ന നിലയിൽ റഷ്യൻ വിപ്ലവം സംഭവിക്കുന്നത്. എന്നാൽ ആ റഷ്യൻ വിപ്ലവം സംഭവിക്കുന്നതിന് 10 കൊല്ലം മുമ്പ് മഹാത്മയ്യൻകാളി അത്തരത്തിലുള്ള ഒരു വൈദേശിക പ്രത്യയശാസ്ത്രത്തിൻ്റെയും പിൻബലമില്ലാതെ കേരളത്തിലെ അടിച്ചമർത്തപ്പെട്ട അധ്വാനിക്കുന്നവരായ അടിസ്ഥാന ജനതയെ സംഘടിപ്പിക്കുകയും അവരുടെ മനസ്സുകളിൽ പരിവർത്തനത്തിൻ്റെ നവീനമായ ആശയങ്ങൾ വിതറുകയും അവരെ പ്രബുദ്ധതയിലേക്ക് ആനയിച്ച് അവരെ സംഘടിപ്പിച്ച് ഒരു സ്വത്വമായി സാധുജനം എന്ന ഒരു പൊതുവായ ഒരു സാമൂഹ്യ സ്വത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ വേർതിരിവുകളില്ലാതെ, വ്യത്യാസങ്ങളില്ലാതെ, ഒരു സാഹോദര്യ ഭാവനയോടെ ഇന്നാട്ടിലെ അടിസ്ഥാന ജനതയെ ചേർത്തു നിർത്തുകയും രാജഭരണം നിലവിലിരിക്കുന്ന പഴയ ഫ്യൂഡൽ മാടമ്പിത്ത വരേണ്യ വാഴ്ചയ്ക്കെതിരെ ചരിത്രത്തിൽ ഏറ്റവും ശക്തമായ തീഷ്ണമായ സമരം, ജാതി വ്യവസ്ഥയ്ക്കെതിരായ സമരം, വർണ്ണവ്യവസ്ഥയ്ക്കെതിരായ സമരം, വർണ്ണജാതി വ്യവസ്ഥയെ താങ്ങി നിർത്തുന്ന ബ്രാഹ്മണ മേൽക്കോയ്മയ്ക്കും ഹിന്ദുത്വ മേധാവിത്വത്തിനും എതിരെയുള്ള വിപ്ലവം. ആ വിപ്ലവമാണ് മഹാത്മയ്യൻകാളി നടത്തിയത്. ആ വിപ്ലവത്തിൻ്റെ സിംബലാണ്. അടിസ്ഥാനപരമായ യാതൊരു മനുഷ്യാവകാശവും ഇല്ലാതിരുന്ന കാലം വിദ്യ അഭ്യസിക്കാൻ കഴിയില്ല, വഴി നടക്കാൻ കഴിയില്ല, മാറുമറയ്ക്കാൻ സ്വാതന്ത്ര്യമില്ല, ആത്മീയമായ വിശ്വാസപരമായ സ്വാതന്ത്ര്യമില്ല, സാംസ്കാരികമായ സ്വത്വം അംഗീകരിക്കപ്പെടാത്ത കാലം, ഇങ്ങനെയുള്ള യാതൊരു വിധമായ മാനുഷിക അവകാശങ്ങളും ലഭിക്കാത്തൊരു കാലം, നിഷേധിക്കപ്പെട്ടൊരു കാലം, സംഘടിക്കാനും പോരാടാനുമുള്ള യാതൊരു വിധമായ ആധുനിക ജനാധിപത്യം ഇന്ന് നമുക്ക് കനിഞ്ഞു തരുന്ന ഒരവകാശങ്ങളുമില്ലാത്ത കാലത്ത് ജനങ്ങളെ സംഘടിപ്പിക്കുക, പ്രസ്ഥാനം രൂപീകരിക്കുക, അവരെ മുന്നോട്ട് നയിക്കുക, എന്നിട്ട് ചരിത്രത്തിൽ ഏറ്റവും വലിയ പ്രഖ്യാപനം നടത്തുക. എൻ്റെ കുട്ടികളെ, അഥവാ ദലിത് കുട്ടികളെ പള്ളിക്കൂടങ്ങളിൽ കയറ്റിയില്ല എങ്കിൽ നെല്ല് വിളയുന്ന പാടങ്ങളിൽ മുട്ടിപ്പുല്ല് മുളപ്പിക്കും എന്നൊരു പ്രഖ്യാപനം. അത് ഇന്ത്യ ചരിത്രം കേട്ട ഏറ്റവും വലിയ വിപ്ലവത്തിൻ്റെ വിളംബരമാണ്, വിപ്ലവ പ്രഖ്യാപനമാണ്. കേവലം ഒരു വിളംബരമായി അത് അവശേഷിച്ചില്ല. നേരെ മറിച്ച് ആജ്ഞാശക്തിയുള്ളൊരു നേതാവ് എന്ന നിലയിൽ മഹാത്മയ്യൻകാളി മുഴുവൻ അടിസ്ഥാന വർഗങ്ങളെയും ഒരുപോലെ കോർത്തിണക്കി, അവരെ ആവേശഭരിതരാക്കി, കർമ്മോത്സുകരാക്കി. അങ്ങനെ കേരളത്തിൻ്റെ ഗ്രാമങ്ങളിൽ, വയലേലകളിൽ തലമുറകളായി പണിയെടുക്കാൻ വിധിക്കപ്പെട്ട മനുഷ്യർ പണിയെടുക്കാതെ വിസമ്മതിക്കുകയാണ്. അവർ പണി മുടക്കുകയാണ്. ഈ പണിമുടക്ക് എന്ന് പറയുന്നത്, സ്ട്രൈക്ക് എന്നൊക്കെ പറയുന്നത്, ഇന്ന് തൊഴിലാളി വർഗം ചെയ്യുമ്പോൾ, ഉത്തരേന്ത്യയിലെ കർഷകർ ചെയ്യുമ്പോൾ, ഇന്ത്യയിലെ മറ്റ് പണിയെടുക്കുന്നവർ ചെയ്യുമ്പോൾ അവർക്ക് അതിന് അവകാശം കൊടുക്കുന്ന ഒരു ഭരണഘടന നമ്മുടെ രാജ്യത്തുണ്ട്. പണി മുടക്കാനുള്ള സ്ട്രൈക്ക് എന്ന് പറയുന്നത് ഒരവകാശമാണ് പണിയെടുക്കുന്നവരുടെ. ഈ അവകാശത്തിൻ്റെ പരിരക്ഷയില്ലാത്തൊരു കാലത്ത് ജന്മിത്തത്തെ വെല്ലുവിളിച്ചുകൊണ്ട് പാടത്തിറങ്ങണ്ട എന്ന് കൽപ്പിക്കുകയാണ്. അത് അനുസരിക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. മറുപക്ഷത്ത് ഭരണകൂടമാണ്, രാജാവാണ്, ദിവാനാണ്, സവർണ മേൽക്കോയ്മയാണ്. അവർ പറയുന്നതാണോ ഞങ്ങൾ അനുസരിക്കേണ്ടത്? മഹാത്മയ്യൻകാളി എന്ന തലപ്പാവ് വെച്ച ഈ വിപ്ലവകാരിയായ ഞങ്ങളുടെ നേതാവ് പറയുന്നതാണോ അനുസരിക്കേണ്ടത് എന്ന ചോദ്യത്തിന്റെ മുമ്പിൽ ഭരണകൂടത്തെ നിരാകരിച്ച്, ജന്മിത്തത്തെ നിഷേധിച്ച്
സവർണ വാഴ്ചയുടെ നിയമങ്ങളെ ലംഘിച്ച് മഹാത്മാ അയ്യങ്കാളി എന്ന വിപ്ലവകാരിയുടെ ആജ്ഞാപനം, ആ വിപ്ലവ പ്രഖ്യാപനത്തിൽ അണിചേർന്ന ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ചരിത്രം, ആ ചരിത്രപരമായ പോരാട്ടമാണ് ആധുനിക കേരളത്തെ നിർമ്മിച്ചത്. കേരളം മുഴുവൻ സ്വകാര്യ സവർണ ഇടങ്ങളായിരുന്നു. ആ സ്വകാര്യ ഇടങ്ങളെ അവസാനിപ്പിക്കുകയും പൊതു ഇടങ്ങളാക്കി അതിനെ മാറ്റുകയും എല്ലാവർക്കും പ്രവേശിക്കാൻ കഴിയുന്ന, പ്രത്യേകിച്ചും പ്രവേശനം നിഷേധിക്കപ്പെട്ട സമൂഹങ്ങൾക്ക് കൂടി തുല്യമായി പ്രവേശിക്കാൻ കഴിയുന്ന ഇടങ്ങളായി കേരളത്തിൻ്റെ വഴികളെ, കേരളത്തിൻ്റെ പൊതു ഇടങ്ങളെ, വിദ്യാഭ്യാസത്തെ, വിദ്യാലയങ്ങളെ, രാഷ്ട്രീയ മണ്ഡലങ്ങളെ എല്ലാം മാറ്റിത്തീർത്ത സമഗ്രമായ ഒരു ജനാധിപത്യ പോരാട്ടം, ഒരു ജനാധിപത്യ വിപ്ലവം. ആ വിപ്ലവമാണ് മഹാത്മാ അയ്യങ്കാളി നയിച്ചത്. ചരിത്രത്തിൽ സമാനതകളില്ലാത്ത ആ പോരാട്ടം. അതിന് തുടക്കമായിരുന്നു വില്ലുവണ്ടിയിലൂടെ. സഞ്ചാര സ്വാതന്ത്ര്യമില്ലാത്ത തിരുവനന്തപുരത്തിൻ്റെ നഗരവീഥികളിലൂടെ രാജാക്കന്മാർക്ക് മാത്രം, വരേണ്യർക്ക് മാത്രം സഞ്ചരിക്കാൻ കഴിയുന്ന, ഒരിക്കൽ പോലും ഒരു ദളിതന് പ്രവേശിക്കാൻ അനുവാദമില്ലാതിരുന്ന പൊതുവഴികളിലൂടെ മഹാത്മാ അയ്യങ്കാളിയുടെ വില്ലുവണ്ടി മുന്നോട്ട് കുതിച്ചു. ആ വില്ലുവണ്ടിയിൽ കയറിയിരുന്ന് തലപ്പാവ് എന്ന് പറയുന്ന ഒരു വിപ്ലവത്തിൻ്റെ പ്രതീകമാണ്. വസ്ത്രം ധരിക്കാൻ പാടില്ല എന്ന നിയമം അലംഘനീയമായി നിലവിലിരിക്കുന്ന ഒരു കാലം, മാറ് മറയ്ക്കാൻ സ്ത്രീകൾക്ക് അവകാശമില്ലാത്ത കാലം, പുരുഷന്മാർ മുട്ടിന് താഴെ പോകാത്ത ഒരു വസ്ത്രം, മുട്ടിന് മുകളിൽ നിൽക്കണം, അതേപോലെ അരയ്ക്ക് മുകളിലോട്ട് പോകാതെ ചെറിയൊരു കുറുമുണ്ട് മാത്രം ഒരുപക്ഷെ ഉടുത്ത് നടക്കേണ്ട, അത് മുഷിഞ്ഞ വസ്ത്രം ധരിക്കേണ്ട ഒരു കാലം, കോട്ട് ധരിച്ച്, കറുത്ത കോട്ട് ധരിച്ച്, തലയിൽ തിളക്കമുള്ള തലപ്പാവ് വെച്ച് മഹാത്മാ അയ്യങ്കാളി ആ വില്ലുവണ്ടി നയിക്കുകയാണ്. ഇപ്പൊ ചരിത്രത്തിലെ അത്തരം എല്ലാ അനീതികൾക്കെതിരെയുള്ള, വിലക്കുകൾക്കെതിരെയുമുള്ള ഒരു വലിയ വിപ്ലവമാണ്, അതിൻ്റെ സിമ്പലായിട്ടാണ് മഹാത്മാ അയ്യങ്കാളി മാറുന്നത്. അപ്പോൾ ഒരു ജനത നൂറ്റാണ്ടുകളെ ആഗ്രഹിച്ച വിമോചനത്തിൻ്റെ സാമൂഹ്യമായ സ്വപ്നങ്ങളുടെ, അവരുടെ ഭാവനകളുടെ വ്യക്തിപരമായ ഒരു പ്രതീകമായി, പെർസോണിഫിക്കേഷനായി മഹാത്മാ അയ്യങ്കാളിയെ സ്വയം രൂപപ്പെടുത്തുകയാണ്. ഇത്രത്തോളമാണ് ഇതിനെ ഞങ്ങൾ നേരിടുന്നത്. ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഈ വ്യവസ്ഥകൾ പറയുന്ന എല്ലാ വിലക്കുകൾക്കും അപ്പുറത്തേക്ക് മാനവികതയിലേക്കുള്ള അത്യുജ്വലമായ ഒരു സഞ്ചാരമാണ് എന്ന അടയാളപ്പെടുത്തലാണ് വില്ലുവണ്ടി. അതുകൊണ്ട് വില്ലുവണ്ടിക്ക് വലിയ പ്രാധാന്യമുണ്ട്. അത് മാറ്റത്തിൻ്റെ കാരവനാണ്. ചരിത്രത്തിലെ ഇത്തരം അനീതികൾക്കെതിരെ നടന്ന വലിയ പോരാട്ടങ്ങൾ ഇങ്ങനെ വില്ലുവണ്ടിയെ പോലെയുള്ള ഒരു സാരഥം അല്ലെങ്കിൽ കാരവൻ, ഈ കാരവൻ എന്ന് പറയുന്നത് ഒരു തുടർച്ചയാണ്. അതെപ്പോഴും സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നു. അതിൻ്റെ ചക്രങ്ങൾ ചരിത്രത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നു എന്നതാണ്. നിതാന്തമായ ചരിത്രത്തിലേക്കുള്ള പരിവർത്തനത്തിൻ്റെ സഞ്ചാരമാണ് അത് അടയാളപ്പെടുത്തുന്നത്. നിലയ്ക്കുന്നില്ല, എന്നും അത് മുന്നോട്ടാണ്. അതുകൊണ്ട് ഈ കാരവൻ, വില്ലുവണ്ടിക്ക് നമുക്ക് സാമ്യപ്പെടുത്താൻ കഴിയുന്നത് ബാബാ സാഹേബ് അംബേദ്കറുടെ, അദ്ദേഹത്തിൻ്റെ പോരാട്ടത്തെയും ഇതേപോലെയുള്ള ഒരു വിപ്ലവ സഞ്ചാരമായി അദ്ദേഹം അടയാളപ്പെടുത്തുന്നുണ്ട്. നിങ്ങൾക്കറിയാം, എൻ്റെ ഈ വാഹനം, ഈ സാരഥം ഞാൻ ഇവിടെ വരെ കൊണ്ട് എത്തിച്ചിരിക്കുന്നു. വാഹനമാണ്, ഒരു രഥമാണ്. മുന്നോട്ടുള്ള പ്രയാണത്തിൻ്റെ, വിപ്ലവകരമായ പ്രയാണത്തിൻ്റെ സിമ്പൽ എന്ന നിലയിലാണ് ബാബാ സാഹേബ് അംബേദ്കറും പറയുന്നത്. ഇവിടെ അത് വില്ലുവണ്ടിയാണ്, ബാബാ സാഹേബ് അംബേദ്കർക്ക് അത് കാരവനാണ്. അദ്ദേഹം ആ പറഞ്ഞ കാലം ഇന്ത്യയിൽ ഉടനീളം ദളിതർ അസമത്വം അനുഭവിക്കുന്ന ഒരു കാലമാണ്. സവർണ വാഴ്ചയുടെ കാലമാണ്. സവർണാധിപത്യത്തിനെതിരെ അന്നുവരെ ചരിത്രത്തിൽ നേരെ നിൽക്കാൻ, സംഘടിക്കാൻ, പ്രസ്ഥാനമുണ്ടാക്കാൻ കഴിയാതിരുന്നൊരു കാലത്ത് ദേശീയമായി ഇന്ത്യയിലെ ദളിതരുടെ വിമോചന പോരാട്ടത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ട് ബാബാ സാഹേബ് അംബേദ്കർ ചരിത്രത്തിൽ ഇടപെടുന്ന ഒരു കാലം അണികളോട് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ. വിത്ത് ഗ്രേറ്റ് ഡിഫിക്കൽറ്റി ഐ ഹാവ് ബ്രോട്ട് ദിസ് കാരവൻ വേർ ഇറ്റ് ഈസ് സീൻ ടുഡേ എന്നാണ്. വളരെ സാഹസപ്പെട്ടാണ് ഞാൻ ഈ സാരഥത്തെ ഇവിടെ വരെ കൊണ്ട് എത്തിച്ചിരിക്കുന്നത്. വാട്ട് എവർ ഐ ഹാവ് ഡൺ ഐ ഹാവ് ബീൻ ഏബിൾ ടു ഡു പാസിംഗ് ത്രൂ ക്രഷിംഗ് മിസറീസ് ആൻഡ് എൻഡ്ലെസ് ട്രബിൾസ് ഓൾ മൈ ലൈഫ്
ഫൈറ്റിംഗ് വിത്ത് മൈ എനിമീസ്. എൻ്റെ ശത്രുക്കളോട് ജീവിതത്തിലുടനീളം പൊരുതിക്കൊണ്ടാണ് ഞാൻ ഈ സാരഥത്തെ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഞാൻ ചെയ്തിട്ടുള്ളത്. അതെല്ലാം നിതാന്തമായ ദുരിതങ്ങളുടെയും അവഹേളനങ്ങളുടെയും ഒക്കെ നടുവിലുള്ള പോരാട്ടങ്ങളിലൂടെയാണ്. വളരെ സാഹസപ്പെട്ടാണ്. എന്നിട്ടാണ് അദ്ദേഹം പറയുന്നത്, വിത്ത് ഗ്രേറ്റ് ഡിഫിക്കൽറ്റി ഐ ഹാവ് ബ്രോട്ട് ദിസ് കാരവൻ വേർ ഇറ്റ് ഈസ് സീൻ ടുഡേ. വളരെ പാടുപെട്ടാണ് ഞാൻ ഈ സാരഥത്തെ, ഈ വില്ലുവണ്ടിയെ ഇവിടെ വരെ കൊണ്ട് എത്തിച്ചിരിക്കുന്നത്. ലെറ്റ് ദ കാരവൻ മാർച്ച് ഓൺ ഡെസ്പൈറ്റ് ദ ഹർഡിൽസ് ദാറ്റ് മേ കം ഇൻ ഇറ്റ്സ് വേ. ഈ സാരഥത്തെ മുന്നോട്ട് പോകാൻ നിങ്ങൾ അനുവദിക്കണം. അതിൻ്റെ വഴിയിൽ മാർഗത്തിൽ വരാവുന്ന എല്ലാ തടസ്സങ്ങളെയും നേരിട്ടുകൊണ്ട് ഈ സാരഥം മുന്നോട്ട് പോകണം. ഇഫ് മൈ ലെറ്റൻസ് ആർ നോട്ട് ഏബിൾ ടു ടേക്ക് ദ കാരവൻ അഹെഡ്, ഈ സാരഥത്തെ, ഈ വില്ലുവണ്ടിയെ മുന്നോട്ട് ഏറ്റെടുക്കാൻ, മുന്നോട്ട് ആനയിക്കാൻ എൻ്റെ അണികളായ നിങ്ങൾക്ക് സാധിക്കാതെ വന്നാൽ, ലെറ്റ് ദ കാരവൻ, അദ്ദേഹം പറയാണ്, ലെറ്റ് ദ കാരവൻ മാർച്ച് ഓൺ ഡെസ്പൈറ്റ് ദ ഹർഡിൽസ് ദാറ്റ് മേ കം ഇൻ ഇറ്റ്സ് വേ. ഇഫ് മൈ ലെറ്റൻസ് ആർ നോട്ട് ഏബിൾ ടു ടേക്ക് ദ കാരവൻ ദേ ഷുഡ് ലീവ് ഇറ്റ് ദെയർ. അത് അവിടെ അങ്ങ് ഇട്ടേക്കണം. ബട്ട് അണ്ടർ നോ സർക്കംസ്റ്റൻസസ് യു ഷാൽ അലൗ ദ കാരവൻ ടു ഗോ ബാക്ക്. ഒരു കാരണവശാലും ഈ സാരഥത്തെ പുറകോട്ട് പോകാൻ അനുവദിക്കരുതേ, പുറകോട്ടടിക്കാൻ അനുവദിക്കരുതേ എന്ന്. ഈ കാരവൻ മുന്നോട്ട് പോകേണ്ട കാരവനാണ്. ഈ വില്ലുവണ്ടി നിതാന്തമായി മുന്നോട്ട് നീതിക്ക് വേണ്ടി, നീതിയിലേക്ക് സഞ്ചരിക്കേണ്ട ഒന്നാണ്. ഇത് ചേർന്ന് നിൽക്കുന്നത് നോക്കൂ, ഈ സിമ്പലുകൾ. മഹാനായ ബുദ്ധൻ അദ്ദേഹത്തിൻ്റെ അധ്യാപനങ്ങൾ, ഉദ്ഘോഷണങ്ങൾ, പരിവർത്തനം ആഗ്രഹിച്ച ഒരു കാലത്ത് ആര്യാധിപത്യത്തിനെതിരെ ഇന്ത്യയിലെ അടിസ്ഥാന ജനതയെ ഉത്ബോധിപ്പിക്കുന്ന കാലം പരിവർത്തന സൂത്ത എന്ന് പറഞ്ഞു. ധമ്മചക്ര പരിവർത്തന സൂത്ത, ധമ്മചക്രമാണ്. ഇത് സിംബോളിക്കലി ഇങ്ങനെ മുന്നോട്ട് പോകുന്ന വീൽ ഓഫ് ധമ്മയാണ്, മുന്നോട്ട് പോകുന്ന പരിവർത്തനമാണ്, ചേഞ്ചിനെയാണ് അടയാളപ്പെടുത്തുന്നത്. എന്തായാലും അത്തരത്തിലൊക്കെ വളരെ പ്രസക്തമായ ഒന്നാണ് വില്ലുവണ്ടി. ചരിത്രത്തിൽ വില്ലുവണ്ടി മുന്നോട്ട് പോകേണ്ടതുണ്ട്. പുതിയ കാലത്തെ അനീതികൾക്കെതിരെ പഴയ കാലത്തെ തിന്മകളോടും അസമത്വങ്ങളോടും അടരാടിക്കൊണ്ട് എങ്ങനെയാണോ വില്ലുവണ്ടി, ഈ കാരവൻ സാമൂഹ്യ, രാഷ്ട്രീയ, സാമ്പത്തിക പരിവർത്തനം വിതച്ചത്, ആ പരിവർത്തനത്തെ ഏറ്റെടുക്കാൻ പുതിയ കാലത്തെ അംബേദ്കറുടെ ജനം, അയ്യങ്കാളുടെ ജനം ബാധ്യസ്ഥരാണ്. അത് ചരിത്രത്തിൻ്റെ ആഹ്വാനമാണ്. ആ ആഹ്വാനം ഏറ്റെടുത്തുകൊണ്ട് ഇന്ന് എവിടെയെല്ലാമാണ് വിലക്കുകളുള്ളത്, ഇന്നലകളിലെ വിലക്കുകളെയാണ് നമ്മുടെ പൂർവികർ വെല്ലുവിളിച്ചത്. പള്ളിക്കൂടങ്ങളിൽ കയറാൻ പറ്റില്ലായിരുന്നു. ആ പള്ളിക്കൂടങ്ങളിൽ പൊരുതി നമ്മൾ പ്രവേശിച്ചു. അക്ഷരം പഠിക്കാൻ കഴിയില്ലായിരുന്നു. പക്ഷേ പോരാട്ടങ്ങളിലൂടെ ആ അക്ഷരജ്ഞാനം നമ്മൾ കരസ്ഥമാക്കി. അങ്ങനെ ഓരോന്നും ഇന്ന് പുതിയ ഇടങ്ങളാണ്. അനീതിയുടെ, അസമത്വത്തിൻ്റെ, വിലക്കുകളുടെ പുതിയ ഇടങ്ങൾ ആധുനിക ലോകം നമ്മുടെ മുമ്പിൽ ഇങ്ങനെ വിലങ്ങുകൾ തീർക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ വില്ലുവണ്ടി വിലക്കപ്പെട്ട പുതിയ ഇടങ്ങളിലേക്ക് അത് പ്രവേശിക്കേണ്ടതുണ്ട്, അത് മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഇത്തരൊരു കോണ്ടക്സ്റ്റിലാണ് നമ്മൾ യഥാർത്ഥത്തിൽ ബാബാ സാഹേബ് അംബേദ്കറുടെയും മഹാത്മാ അയ്യങ്കാളുടെയും ചരിത്രത്തിലെ സംഭാവനകളെയും ഒപ്പം അവർ മുന്നോട്ട് വെച്ച ആ വിമോചന കാഴ്ചപ്പാടിനെയും വിമോചന പ്രത്യയശാസ്ത്രത്തെയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് സമകാലീന ഈ ലോകത്ത് നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്കെതിരെ മുന്നോട്ട് പോകാനുള്ള മാർഗത്തെക്കുറിച്ച്, പരിഹാരങ്ങളെക്കുറിച്ച് നമ്മൾ ആലോചിക്കുന്നു. വില്ലുവണ്ടിയുടെ സാമ്യം ഞാൻ പറഞ്ഞതുപോലെ മഹാത്മാ അയ്യങ്കാളിയിൽ നിന്ന് അംബേദ്കറിലേക്ക് ഒരു ദൂരം വരച്ചാൽ അത് എങ്ങനെയായിരിക്കും? മഹാത്മാ അയ്യങ്കാളിയിൽ നിന്ന് ബാബാ സാഹേബ് അംബേദ്കറിലേക്ക് ഒരു ദൂരം, ആശയപരമായ ഈ ദൂരം, പ്രത്യയശാസ്ത്രപരമായ ഈ ദൂരം, പ്രയോഗപരമായ ഈ ദൂരം എത്രത്തോളമാണ് എന്ന് നമ്മൾ ഒന്ന് പരിശോധിച്ച് നോക്കുക. ബാബാ സാഹേബ് അംബേദ്കറുടെ 3 കൽപ്പനകൾ നിങ്ങൾക്കറിയാം, എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. നമ്മുടെ വിമോചനത്തിന് മഹാനായ ബാബാ സാഹേബ് ബി ആർ അംബേദ്കർ 3 കൽപ്പനകൾ തന്നിട്ടുണ്ട്. മോശയുടെ 10 കമാൻഡ്മെന്റ്സ് കേട്ടിട്ടുണ്ടല്ലോ, 10 കൽപ്പന മോശയുടെ, അത് അവരുടെ ആൾക്കാർക്ക്. അപ്പോൾ നമുക്ക് 3 കൽപ്പനയാണ് ബാബാ സാഹേബ് തന്നത്. വാട്ട് ആർ ദി?
ഏതൊക്കെയാണ്? എഡ്യൂക്കേറ്റ്, അജിറ്റേറ്റ് ആൻഡ് ഓർഗനൈസ്. പ്രബുദ്ധരാകുക അല്ലെങ്കിൽ പഠിക്കുക, സിമ്പിളായി. പ്രക്ഷുബ്ധരാകുക, സംഘടിക്കുക. 3 കൽപ്പനകൾ. ഈ 3 കൽപ്പനകളെ നമ്മൾ ശരിയായി പിന്തുടർന്നാൽ ദലിതരുടെ വിമോചനത്തിൻ്റെ ശരിയായ പാതയാണ് ഈ കൽപ്പനകൾ കാണിച്ചു തരുന്നത്. ഈ 3 കൽപ്പനകളെ അനുധാവനം ചെയ്താൽ വിമോചനത്തിലേക്ക് നമുക്ക് സഞ്ചരിക്കാൻ, പ്രവേശിക്കാൻ എളുപ്പമായിരിക്കും. ഈ 3 കൽപ്പനകളുടെ പൊരുൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്നാമത്തത് എഡ്യൂക്കേറ്റ്. കാരണം ലോകത്തെവിടെയും മനുഷ്യൻ്റെ വികാസം എന്ന് പറയുന്നത്, വളർച്ച എന്ന് പറയുന്നത് ആരംഭിക്കുന്നത് എവിടെയാണ്? അത് മനസ്സുകളിലാണ്, അത് ചിന്തകളിലാണ്. അതുകൊണ്ട് ഈ ചിന്തകളെ പരിപോഷിപ്പിക്കുന്നത്, ചിന്തകളെ വികസിപ്പിക്കുന്നത് തോട്ട്സ് എന്ന് പറയുന്ന ചിന്തകൾ, അതിനെ പ്രേരണ കൊടുക്കുന്നത് നമ്മളിലേക്ക് സ്വാംശീകരിക്കുന്ന അറിവാണ്, ജ്ഞാനമാണ്. അറിവും ചിന്തയും തമ്മിലാണ് ബന്ധമുള്ളത്. പുതിയ അറിവുകളെ നമ്മൾ സ്വീകരിക്കുമ്പോഴാണ് നമ്മളുടെ മസ്തിഷ്കത്തിൽ ചിന്തകൾ വികസിക്കുന്നത്. ആ ചിന്തകളാണ് മെൻ്റൽ ആക്ഷൻസ്. ആ ചിന്തകളാണ്, മെൻ്റൽ ആക്ഷൻസ് ആണ് നമ്മളെ വാക്കുകളിലേക്ക്, വെർബൽ ആക്ഷൻ എന്ന് പറയും, വാക്കുകളിലേക്ക്, പിന്നെ പ്രവൃത്തികളിലേക്ക്, ഫിസിക്കൽ ആക്ഷൻ ഒക്കെ നയിക്കുന്നത്. അപ്പോൾ 3 തരം ആക്ഷനുണ്ട്. മെൻ്റൽ ആക്ഷൻ, തോട്ട്സ്; വെർബൽ ആക്ഷൻ, വാക്കുകൾ; ഫിസിക്കൽ ആക്ഷൻ, നാം ചെയ്യുന്ന പ്രവൃത്തികൾ. ഇതിന് തുടക്കം ഈ തോട്ട്സ് ആണ്, ചിന്തയാണ്. നമ്മൾ തന്നെ എന്താണ് എന്ന് ചോദിച്ചാൽ പുത്തൻ പണ്ടേ പറഞ്ഞൊരു ഉത്തരമാണ്. ആരാണ് നിങ്ങൾ? നിങ്ങൾ മറ്റൊന്നുമല്ല. നിങ്ങൾ ഇതുവരെ എന്തെല്ലാം ചിന്തിച്ചുവോ, ഇപ്പോഴെന്തെല്ലാം ചിന്തിക്കുന്നുവോ, അത്രയൊക്കെ തന്നെയാണ് നിങ്ങൾ. അപ്പം നമ്മളെന്നൊക്കെ പറയുന്നത് നമ്മുടെ ചിന്തകളുടെ ഒരു സമാഹാരമാണ് നമ്മൾ എന്ന് പറയുന്ന ഈ വ്യക്തിപരമായ സ്വത്വങ്ങൾ. അപ്പം ഈ ചിന്തയുടെ പ്രശ്നം അറിവാണ്. അപ്പം അറിവിനെ സാംശീകരിച്ചുകൊണ്ട് മാത്രമേ മനുഷ്യന് വികസിക്കാൻ സാധിക്കൂ. അതാണ് യഥാർത്ഥത്തിൽ വളർച്ച എന്ന് പറയുന്നത്. മനുഷ്യന്റെ ഉദ്ഭവവുമായി ബന്ധപ്പെട്ട് സൃഷ്ടി, ഒരു കുഞ്ഞ് ഗർഭം ധരിക്കുമ്പോൾ ഏത് അവയവമാണ് ആദ്യം വികസിക്കുന്നത് എന്നൊരു ചോദ്യമുണ്ട്. ഏത് അവയവമാണ് ആദ്യം ഡെവലപ്പ് ചെയ്യേണ്ടത്, ആദ്യം വളരേണ്ടത് എന്ന ചോദ്യമാണ്. അതിൻ്റെ ഉത്തരം ബ്രെയിനാണ്, നമ്മുടെ മസ്തിഷ്കമാണ്. കാരണം അത് വികസിച്ചെങ്കിൽ മാത്രമേ മറ്റ് അവയവങ്ങൾക്കെല്ലാം എന്തെല്ലാം ചെയ്യണം എന്ന ഡയറക്ഷൻസ് പോകേണ്ടത് ഇവിടെ നിന്നാണ്. അതുകൊണ്ട് ഈ ബ്രെയിനാണ് ആദ്യം പ്രാധാന്യത്തോടെ ഗർഭാശയങ്ങളിൽ പ്രകൃതി വികസിപ്പിക്കുന്നത് എന്നതാണ് ശാസ്ത്രം പറയുന്നത്. അപ്പം അത്രത്തോളം പ്രാധാന്യം ഈ പറയുന്ന നോളജിന് ഉണ്ട്, എഡ്യൂക്കേഷനുണ്ട്. അതുകൊണ്ട് മനുഷ്യൻ്റെ വികാസത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ വിജ്ഞാനമാണ്. അംബേദ്കർ തന്നെ പറയുന്നു, നോളജ്, വിജ്ഞാനം എല്ലാ തരത്തിലുമുള്ള സമഗ്രമായ പുരോഗതിയുടെയും അടിസ്ഥാനം എന്ന് പറയുന്നത്, താക്കോൽ എന്ന് പറയുന്നത് വിദ്യാഭ്യാസമാണ്, അറിവാണ്. അതുകൊണ്ടാണ് എഡ്യൂക്കേഷൻ ഈസ് ദ കീ എന്ന് പറയുന്നത്. വിദ്യാഭ്യാസം താക്കോലാണ്. എഡ്യൂക്കേഷൻ ദ കീ ഫോർ ലിബറേഷൻ. വിദ്യാഭ്യാസം വിമോചനത്തിൻ്റെ താക്കോലാണ് എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ എഡ്യൂക്കേറ്റ്, മനസ്സ് വികസിക്കുന്ന, അറിവുകളെ സംശീകരിക്കുന്ന, ചിന്തകൾ വികസിക്കുന്ന ഈ വിദ്യാഭ്യാസ പ്രക്രിയയിലൂടെ മാത്രമേ ഒരു ജനതയ്ക്ക് ഉയരാൻ കഴിയുള്ളൂ, വളരാൻ കഴിയുള്ളൂ. അടിച്ചമർത്തപ്പെട്ടവനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ വിമോചനത്തിൻ്റെ ആദ്യത്തെ പടവ് അതുതന്നെയാണ് എന്നതാണ് ആ വാക്കിൻ്റെ പ്രധാനപ്പെട്ട അർത്ഥം, എഡ്യൂക്കേറ്റ് എന്ന കൽപ്പനയുടെ അർത്ഥം. ഇത് ബുദ്ധൻ പറഞ്ഞ കാര്യം. 2500 വർഷം മുമ്പ് ബുദ്ധൻ പറഞ്ഞ, നമ്മൾ കാണില്ല, ബുദ്ധം ശരണം ഗച്ഛാമി എന്നോ, ബുദ്ധം എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ബുദ്ധൻ പറഞ്ഞതാണ് ബാബാസാഹേബ് പറയുന്നത്. അത് തന്നെയല്ലേ മഹാത്മാ അയ്യങ്കാളി ആദ്യം പ്രാധാന്യം കൊടുത്തത്?
വിദ്യാഭ്യാസമാണ് പ്രധാനം. പഞ്ചമി എന്ന മകളെ കൈപിടിച്ചുകൊണ്ട് ഊരിട്ടമ്പലത്തിലെ സ്കൂളിലേക്ക് വലിയ പോരാട്ടവുമായി മഹാത്മാ അയ്യങ്കാളി പോകുമ്പോൾ സ്കൂളിൽ പ്രവേശിക്കുക, അക്ഷരം പഠിക്കുക, അറിവ് നേടുക എന്ന് പറയുന്ന ആ ഒരു ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് പോരാട്ടം നടത്തുകയാണ് മഹാത്മാ അയ്യങ്കാളി. ബാബാസാഹേബ് പറയുന്നു എഡ്യൂക്കേറ്റ്. ആ എഡ്യൂക്കേഷന് വേണ്ടി ഒരു വർഷക്കാലത്തിലധികം നീണ്ടുനിന്ന ചരിത്രത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ പോരാട്ടത്തെ ഇവിടെ ഈ കേരളത്തിൻ്റെ മണ്ണിൽ ഏറ്റെടുക്കുകയും നയിക്കുകയും വിജയിപ്പിക്കുകയും ചെയ്യുമ്പോൾ ഞാൻ ആദ്യം ചോദിച്ച ചോദ്യം, ബാബാ സാഹിബിൽ നിന്നും അയ്യങ്കാളിയിലേക്കുള്ള ദൂരം, എഡ്യൂക്കേറ്റ്, അവരൊറ്റ ആശയത്തിൽ തന്നെ എങ്ങനെയാണ് സമന്വയിക്കുന്നത്? ആ കൽപ്പനകളിൽ എങ്ങനെയാണ് ഇരുവരും ഒരേപോലെ സംഗമിക്കുന്നത്? ഇരുവരുടെയും പോരാട്ടം അതിലൂടെ എങ്ങനെയാണ് കോടിക്കണക്കിന് മനുഷ്യരെ അറിവിൻ്റെ ലോകത്തേക്ക് ആനയിക്കുന്നത്? അവരിൽ നിന്നും BA-ക്കാരുണ്ടാകണം എന്നിവിടെ ആഗ്രഹിക്കുകയും ഇന്ത്യയിൽ ഏറ്റവും അധികം പഠിച്ച വിജ്ഞാനത്തിൻ്റെ കൊടുമുടികൾ കീഴടക്കിയ മനുഷ്യനായി ബാബാസാഹേബ് അംബേദ്കർ മാറുകയും ഇന്ന് ആ പാതയിൽ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് PhD-ക്കാരെ, അതേപോലെ പോസ്റ്റ് ഗ്രാജുവേറ്റുമാരെ, ഗവേഷകരെ, അക്കാദമിഷ്യന്മാരെ സൃഷ്ടിക്കുകയും ചെയ്ത പോരാട്ടത്തിൻ്റെ ആ ഒരു അകലം. രണ്ട്, ബാബാസാഹേബ് പറയുന്നത് അജിറ്റേറ്റ് എന്നാണ്, പോരാട്ടം. അറിവ് നേടിയിട്ടല്ലെങ്കിൽ, കൃത്യമായ ദിശാബോധം ഇല്ല എങ്കിൽ, കൃത്യമായ വിദ്യാഭ്യാസത്തിലൂടെ കഴിവ് നേടിയ, പ്രബുദ്ധരായ, പക്വത നേടിയ ഒരു നേതൃത്വമില്ല എങ്കിൽ, അങ്ങനെ ഒരു വിമോചന പോരാട്ടത്തിലേക്ക് ഏർപ്പെടാൻ കഴിയുന്ന പ്രബുദ്ധരായ അണികളില്ല എങ്കിൽ പോരാട്ടങ്ങൾ നമ്മളെ എങ്ങും എത്തിക്കുകയില്ല. അത് അസ്തമിച്ചു പോകും. പോരാട്ടങ്ങൾക്ക് ദിശ വേണം, പോരാട്ടങ്ങൾക്ക് ലക്ഷ്യം വേണം, പോരാട്ടങ്ങളെ നിർവചിക്കാൻ ദാർശനികമായ കാര്യങ്ങൾ വേണം, ദാർശനികത വേണം. അതുകൊണ്ട് ഈ പോരാട്ടം അയ്യങ്കാളി, ബാബാസാഹേബ് അംബേദ്കർ അജിറ്റേറ്റ് എന്ന് പറയുകയും ജാതി വ്യവസ്ഥയ്ക്കെതിരെയുള്ള, ബ്രാഹ്മണ്യത്തിനെതിരെയുള്ള വലിയ പോരാട്ടത്തിന്, ലോക ചരിത്രത്തിൽ ഏറ്റവും വലിയ ജനാധിപത്യ പോരാട്ടത്തിന് ദേശീയമായി ബാബാസാഹേബ് അംബേദ്കർ നേതൃത്വം കൊടുക്കുകയും ചെയ്തു. 1919 മുതൽ വിദ്യാഭ്യാസം കഴിഞ്ഞു. അദ്ദേഹം തിരിച്ചു വന്നൊരു 15-16 കാലഘട്ടത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ഇടപെടലുകൾ തുടങ്ങി. ഒരുപക്ഷെ 1919 സൗത്ത് ബറോ കമ്മിറ്റിയുടെ കാലം മുതലുള്ള കൊളോണിയൽ ഇന്ത്യയിലെ നിരന്തരമായ ഇടപെടലുകളാണ് നമ്മൾ കാണുന്നത്, പോരാട്ടങ്ങളാണ് കാണുന്നത്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാനിപ്പോൾ പോകുന്നില്ല. പക്ഷേ ബാബാസാഹേബ് അംബേദ്കർ നടത്തിയ സാമൂഹ്യ വിപ്ലവങ്ങൾ, രാഷ്ട്രീയ പോരാട്ടങ്ങൾ, അധികാരത്തിന് വേണ്ടിയുള്ള പോരാട്ടങ്ങൾ, ഇത് ചേർത്ത് വെക്കുമ്പോൾ ഇവിടെ സത്യത്തിൽ മഹാത്മാ അയ്യങ്കാളി ചെയ്യുന്നത് ജീവിതം മുഴുവൻ പോരാട്ടമാണ്. അദ്ദേഹത്തിൻ്റെ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി തെരുവിലിറങ്ങിയ, വില്ലുവണ്ടിയിൽ തുടങ്ങിയ ആ പോരാട്ടമാണ് പ്രജാസഭയിലെത്തി അവസാന നാളുകളിൽ വരെ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള, അധികാരത്തിന് വേണ്ടിയുള്ള, സാമൂഹ്യ പരിവർത്തനത്തിന് വേണ്ടിയുള്ള, നീതിക്ക് വേണ്ടിയുള്ള നിരന്തരമായ പോരാട്ടങ്ങളാണ് മഹാത്മാ അയ്യങ്കാളിയിലൂടെ നമ്മൾ കാണുന്നത് ചരിത്രത്തിൽ. അപ്പോൾ ഈ പോരാട്ടം എന്ന് പറയുന്ന, അജിറ്റേഷൻ എന്ന് പറയുന്ന ആ ഒരു ബാബാസാഹേബ് അംബേദ്കർ പറഞ്ഞ കൽപ്പനയും മഹാത്മാ അയ്യങ്കാളി നിർവഹിച്ച പോരാട്ടവും. അപ്പോൾ വിജ്ഞാനത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് പോരാട്ടത്തെ ചേർത്ത് നിർത്തിയത്. വെറും ഒരു പോരാട്ടമാണെങ്കിൽ എന്ത് ചെയ്യും? ഒരു അനീതി താൽക്കാലികം കാണും. ആ അനീതിക്കെതിരെ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ഒരു സാന്ദർഭികമായ പ്രക്ഷോഭം ഉണ്ടാകും. പക്ഷെ അതിന് വലിയ മാനങ്ങളുണ്ടാവില്ല. മഹാത്മാ അയ്യങ്കാളിയുടേത് അങ്ങനെ ഒരു സാന്ദർഭികമായ ഒരു പ്രകോപനമല്ല, വലിയൊരു വിമോചന ലക്ഷ്യം മനസ്സിൽ വെച്ചുകൊണ്ടാണ് ആ പോരാട്ടം. അതുകൊണ്ടാണ് ചേർത്ത് വെക്കുന്നത്, തമ്മിലുള്ള ഓർഡർ. അതുകൊണ്ടാണ് ഈ ഇരുവരുടെയും പോരാട്ടങ്ങൾ ഇന്ത്യയെ മാറ്റി തീർക്കുന്നത്, ചരിത്രത്തെ മാറ്റി തീർക്കുന്നത്. പുതിയൊരു നവജനാധിപത്യ ക്രമം ഇന്ത്യക്ക് സംഭാവന ചെയ്യുന്ന ബാബാസാഹേബ് അംബേദ്കർ ആണെങ്കിൽ, കേരളത്തിലെ ആ നവജനാധിപത്യം, പുത്തൻ ജനാധിപത്യം, ആധുനിക ജനാധിപത്യം, ഈ പുതിയ കേരളം, അതിൻ്റെ അടിസ്ഥാനം അലകും പിടിയും തീർക്കുന്നത് മഹാത്മാ അയ്യങ്കാളിയാണ്. അപ്പം ഈ പോരാട്ടങ്ങളുടെ യോജിപ്പ്. 3, ഓർഗനൈസ് എന്ന് പറഞ്ഞു. നോക്കൂ, സംഘടിക്കുക എന്നാണ്. ബാബാസാഹേബ് അംബേദ്കർ നമ്മളോട് പറഞ്ഞത് ഒറ്റ സംഘടനയാണ്. അദ്ദേഹം വിളിച്ചത് മൈ പീപ്പിൾ എന്നാണ്. ദളിതരെ ബാബാസാഹേബ് അംബേദ്കർ അഭിസംബോധന ചെയ്തത് എൻ്റെ ജനം എന്നാണ്, മൈ പീപ്പിൾ. മറ്റൊന്ന് അദ്ദേഹം നമ്മളോട് പറഞ്ഞത് ഫീലിംഗ് ഓഫ് വൺനെസ്സിനെ കുറിച്ചാണ്. നമ്മൾ ഒന്നാണെന്ന് പറയുന്നൊരു ബോധം. ഇന്ത്യയിൽ എവിടെയാണെങ്കിലും എൻ്റെ ജനം
ഒന്നാണ്, ഒരേ ജനം എന്ന് പറയുന്ന ഒരു സങ്കല്പം. അതുകൊണ്ട് ഒന്നിച്ചു നിർത്തിക്കൊണ്ടുള്ള ഒരു പ്രസ്ഥാനം ഇന്ത്യയിലെ ദളിതർ ഒരു പ്രസ്ഥാനമായി മാറണം, ഒരു ജനതയായി മാറണം. ഇവിടെ എന്താ മഹാത്മാ അയ്യങ്കാളി ചെയ്യുന്നത്? പുലയരെന്നും പറയരെന്നും കുറവരെന്നും വേലരെന്നും വെളുത്തേടരെന്നും ഒക്കെ വേട്ടുവരെന്നും വിഭജിക്കപ്പെട്ടിരുന്ന ഉപജാതി ഈ സ്വത്വങ്ങളിൽ നിന്ന് ഈ ജനതയെ ഒന്നിച്ച് കാണുന്നൊരു ഭാവനയാണ്. ആ ഒന്നിച്ച് കണ്ടുകൊണ്ട് അവരെ ഏറ്റെടുക്കുകയും അവരെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധുജനം എന്ന് വിളിക്കുകയാണ്. ആധുനിക നമ്മുടെ ദളിത് എന്ന് പറയുന്ന ഇന്ന് വാക്കുകൊണ്ട് എന്താ നമ്മൾ ഉദ്ദേശിക്കുന്നത്? അടിച്ചമർത്തപ്പെട്ട ജനം ഒന്നാണ് എന്ന് പറയുന്ന ഒരു കോമൺ സംഖ്യയാണത്. ആ കോമൺ പ്രയോഗമാണ് അന്നത്തെ കാലത്ത് ഭാഷാപരമായി സാധുജനം എന്ന് പറഞ്ഞാൽ. അടിച്ചമർത്തപ്പെട്ടവൻ ഒന്നാണ്, ഒരു ജനമാണ്, ഒരു ചരിത്രമാണ്, ഒരു ജനതയാണ്, ഒരു സംസ്കാരമാണ് എന്ന ബോധ്യമാണ് സാധുജനം. അതുതന്നെയാണ് ഇന്ന് ദളിത് എന്ന് പറയുന്നത്. അപ്പോൾ സംഘടിക്കുക, ഓർഗനൈസ് എന്ന് ബാബാ സാഹേബ് കൽപ്പിക്കുന്നുവെങ്കിൽ കേരളത്തിൽ ദളിതരെ ഒരു പേരിൽ, ഒരു പ്രസ്ഥാനത്തിൽ ഒന്നിച്ച് അണിചേർത്ത് സംഘടിപ്പിക്കുന്നു. അപ്പോൾ സിദ്ധാന്തവും പ്രയോഗവും തമ്മിലുള്ള കാലത്തിൻ്റെ അകൽച്ചകൾക്കപ്പുറം ഈ മഹാന്മാരുടെ മനസ്സുകളും ആശയങ്ങളും ഒരേ ബിന്ദുവിലാണ് സമന്വയിക്കുന്നത്. അതിൻ്റെ സിമ്പലാണ് ശരിക്കും നമ്മൾ ഈ കാരവനിലൂടെ, വില്ലുവണ്ടിയിലൂടെ പ്രതിനിധീകരിക്കുന്നത്. എന്താണ് മഹാത്മാ അയ്യങ്കാളിയുടെ സംഭാവന എന്ന് ചോദിച്ചാൽ, അയ്യങ്കാളിയുടെ ജീവചരിത്രത്തിലേക്ക് വിശദമായി പോകേണ്ടതില്ല. നിങ്ങളെല്ലാവരും അതിനെ സംബന്ധിച്ചൊക്കെ ധാരാളം, അയ്യങ്കാളിയെ സംബന്ധിച്ച്, മഹാത്മാ അയ്യങ്കാളിയുടെ സംഭാവനകളെ സംബന്ധിച്ച് നമ്മൾ ധാരാളം കേൾക്കുകയും നമ്മൾ വായിക്കുകയും ഒക്കെ ചെയ്യുന്ന കാര്യമാണ്. പക്ഷേ ഈ വിപ്ലവം എന്നൊക്കെ പറയുന്നത് എങ്ങനെയാണ് നടക്കുന്നത്? നമുക്ക് നാട്ടിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പക്ഷേ റവല്യൂഷൻ എന്ന് നമ്മൾ ഒന്നിനെ വിളിക്കുന്നത് എപ്പോഴാണ്? അതൊരു വ്യവസ്ഥയ്ക്കെതിരെ അൺകോംപ്രമൈസ്ഡ്, വിട്ടുവീഴ്ചയില്ലാതെ, കീഴടങ്ങാതെ ഒരു വ്യവസ്ഥയെ ഉടച്ചു വാർക്കുന്നിടത്തോളം, അതിനെ അഴിച്ചു പണിയുന്നിടത്തോളം, അത് മുന്നോട്ട് പോകുന്നിടത്തോളം പോകുമ്പോഴാണ് അതിനെ നമ്മൾ റവല്യൂഷൻ എന്ന് വിളിക്കുന്നത്. ഒരു പരിപൂർണമായൊരു മാറ്റമാണ്, ചുമ്മാ ഒരു ബഹളം വെക്കലല്ല. അപ്പോൾ മഹാത്മാ അയ്യങ്കാളി ചെയ്തത് ഇത്തരത്തിലുള്ളൊരു സമഗ്ര വിപ്ലവമാണ്. വിപ്ലവം വെറുതെ വരുമോ എന്നതാണ് ചോദ്യം. എവിടുന്നാണ് ഈ റവല്യൂഷൻ വരുന്നത്? വിപ്ലവം എവിടുന്നാണ് വരുന്നത്? നമുക്കറിയണ്ട, എല്ലാ മാറ്റങ്ങളും ആരംഭിക്കുന്നത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ മനസ്സുകളിലാണ്. എവരി റവല്യൂഷൻ ഓർ ചേഞ്ച് സ്റ്റാർട്ട് ഫ്രം ദ മൈൻഡ് ഓഫ് എ പേഴ്സൺ എന്ന് പറഞ്ഞത് മനുഷ്യ മനസ്സുകളിൽ നിന്നാണ്. ഈ മനസ്സുകളിൽ നടക്കുന്ന വിപ്ലവത്തിന് വേണ്ടിയുള്ള ആശയങ്ങളുടെ ഒരു സംഘാതത്തെയാണ് നമ്മൾ പ്രത്യയശാസ്ത്രം എന്നൊക്കെ പറയുന്നത്. ഒരു വ്യവസ്ഥ, ആ വ്യവസ്ഥ വിതയ്ക്കുന്ന അനീതികൾ, ആ അനീതികൾ ഉയർത്തുന്ന പ്രശ്നങ്ങൾ, അതുമൂലം ദുരിതമനുഭവിക്കുന്ന ജനകോടികൾ, അവരുടെ സംഘടിതമായ പരിവർത്തനത്തിന് വേണ്ടിയുള്ള സ്വപ്നങ്ങൾ, ആഗ്രഹങ്ങൾ വികസിച്ച് ആശയരൂപങ്ങളായി ആ ആശയങ്ങളെ ക്രോഡീകരിക്കുമ്പോഴാണ് പ്രശ്നങ്ങളുടെ പരിഹാരം തേടിയുള്ള ആശയങ്ങളുടെ, അന്വേഷണങ്ങളുടെ, ഭാവനകളുടെ സംഘാതമായി ലോകത്ത് ദർശനങ്ങൾ രൂപപ്പെടുന്നത്, പ്രത്യയശാസ്ത്രങ്ങൾ. അതുകൊണ്ട് വിപ്ലവങ്ങളുടെ പിന്നിൽ എപ്പോഴും എന്തുണ്ട്? ആ വിപ്ലവത്തെ നയിക്കുന്ന, വിപ്ലവത്തിലേക്ക് ജനത്തെ തെളിക്കുന്ന ആശയങ്ങളുടെ പിൻബലമുണ്ട്. പ്രത്യയശാസ്ത്രങ്ങളുടെ പിൻബലത്തിലാണ് ചരിത്രത്തിലെ മഹാവിപ്ലവങ്ങൾ സംഭവിച്ചിട്ടുള്ളത്. ബാബാ സാഹേബ് അംബേദ്കർ പറയുന്നത് കേൾക്കൂ. ഫിലോസഫി ഈസ് ദ മദർ ഓഫ് റവല്യൂഷൻ. ഫിലോസഫി ഈസ് ദ മദർ ഓഫ് റവല്യൂഷൻ. വിപ്ലവത്തിൻ്റെ മാതാവ് തത്വചിന്തയാണ്, വിപ്ലവത്തിൻ്റെ മാതാവ് ദർശനമാണ്. അപ്പോൾ വിപ്ലവം പിറവിയെടുക്കുന്നത് എവിടെ നിന്നാണ്? പ്രത്യയശാസ്ത്രത്തിൻ്റെ ഗർഭാശയത്തിൽ നിന്നുമാണ്. അത്തരൊരു പ്രത്യയശാസ്ത്രം ഇല്ല എങ്കിൽ വിപ്ലവങ്ങൾ ഉണ്ടാവുന്നില്ല. ഇവിടെ ചോദ്യം, മഹാത്മാ അയ്യങ്കാളി ഒരു സമഗ്ര വിപ്ലവത്തെ വിതച്ചു, വിപ്ലവം നടത്തി. എന്തുകൊണ്ടാണ് ആ വിപ്ലവത്തിലേക്ക് നയിച്ച അയ്യങ്കാളിയുടെ പ്രത്യയശാസ്ത്രപരമായ മാനങ്ങളെ കേരളം അടയാളപ്പെടുത്താതെ പോയത്? അവിടെയാ പ്രശ്നം. ശ്രീനാരായണ ഗുരു ഒരു വിപ്ലവ നവോത്ഥാനം നയിച്ചു. നമുക്കറിയാം, ആധുനിക കേരളീയ നവോത്ഥാനത്തിൻ്റെ ചരിത്രത്തിൽ വലിയ പങ്കുവഹിച്ച വിപ്ലവകാരിയാണ് ശ്രീനാരായണ ഗുരു.
അദ്ദേഹവും ചെയ്തത് മാറ്റങ്ങൾക്ക് വേണ്ടിയുള്ള ഇടപെടലുകളാണ്, ഉപദേശങ്ങളാണ്, ആശയങ്ങളാണ്, പിന്നീട് ആ നിലക്കുള്ള പ്രത്യക്ഷമായ ഇടപെടലുകളാണ്. പക്ഷേ ഗുരു നടത്തിയ പോരാട്ടത്തെ ആശയപരമായി വ്യാഖ്യാനിക്കുകയും വികസിപ്പിക്കുകയും അതുകൊണ്ട് നമുക്ക് ഒരു ശ്രീനാരായണീയ ദർശനം ഇന്ന് കേരളത്തിന് പരിചയമുണ്ട്, ഗുരുദർശനം പരിചയമുണ്ട്. അയ്യൻകാളി അതിനേക്കാൾ മാനമുള്ള സാമൂഹ്യ രാഷ്ട്രീയ വിപ്ലവമാണ് സൃഷ്ടിച്ചത്. ആ വിപ്ലവമാണ് കുറച്ചുകൂടെ കോംപ്രമൈസ് ഇല്ലാത്ത വിപ്ലവമാണ് മഹാത്മാ അയ്യൻകാളി നടത്തിയത്. എന്നാൽ ഗുരുദർശനം പോലെ ഒരു അയ്യൻകാളിയൻ ദർശനത്തെക്കുറിച്ച് എന്താണ് നമുക്ക് പഠിക്കാൻ കഴിയാതെ വന്നത്? അപ്പം അതാ ഇനി ഞാൻ ആദ്യം ചോദിച്ചല്ലോ, ഈ വിപ്ലവം ഉണ്ടാകുന്നത് വിപ്ലവകാരികൾ ഉള്ളപ്പോഴാണ്. വിപ്ലവകാരികൾക്ക് വിപ്ലവം ഉണ്ടാക്കാൻ പറ്റുമോ? വിപ്ലവകാരികൾ ഉണ്ടാകുന്നത് എങ്ങനെയാണ്? വിപ്ലവകാരികൾക്ക് ജന്മം നൽകുന്നത് വിപ്ലവപരമായ സ്വപ്നങ്ങൾ, അവബോധം സൃഷ്ടിക്കപ്പെടുമ്പോഴാണ്. റവല്യൂഷണറി കോൺഷ്യസ്നസ്സിൽ നിന്നുമാണ്, വിപ്ലവപരമായ അവബോധത്തിൽ നിന്നുമാണ് വിപ്ലവകാരികൾ ഉണ്ടാകുന്നത്. റവല്യൂഷണറി കോൺഷ്യസ്നസ് അഥവാ വിപ്ലവപരമായ അവബോധം ഇത് മാറണം. ഈ അനീതികൾ അവസാനിപ്പിക്കണം, ഈ വ്യവസ്ഥകൾ തിരുത്തണം, ഇല്ല എങ്കിൽ ഇത് ഞങ്ങൾ തകർക്കും, പുതിയ ഒന്ന് നിർമ്മിക്കും. ഇത്തരത്തിലുള്ള ഒരു ബോധമാണ് റവല്യൂഷണറി കോൺഷ്യസ്നസ് എന്ന് പറയുന്നത്. മാൽക്കം എക്സ് പറയുന്നുണ്ട്, ഐ വാണ്ട് ടു ബ്രേക്ക് ഓൾ ദി എക്സിസ്റ്റിംഗ് ഓർഡേഴ്സ്. നിലവിലിരിക്കുന്ന ഈ ക്രമങ്ങളെ മുഴുവൻ ഞങ്ങൾ താറുമാറാക്കാൻ ആഗ്രഹിക്കുന്നു, തരിപ്പണമാക്കാൻ ആഗ്രഹിക്കുന്നു, ഈ നിലവിലുള്ള ഘടനകളെ പൊളിക്കാൻ ആഗ്രഹിക്കുന്നു. ഐ വാണ്ട് ടു ബ്രേക്ക് ഓൾ ദി എക്സിസ്റ്റിംഗ് ഓർഡേഴ്സ്. ഈ എല്ലാ ക്രമങ്ങളെയും തകർക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. എന്തിന്? ഇൻ ഓർഡർ ടു ക്രിയേറ്റ് എ ന്യൂ ഓർഡർ. ഒരു പുതിയ ലോകത്തെ നിർമ്മിക്കാൻ, ഒരു പുതിയ ക്രമത്തെ നിർമ്മിക്കാൻ നിലവിലുള്ളതിനെ തകർക്കേണ്ടി വരും. അതുകൊണ്ട് ഈ നിലവിലുള്ള അസമത്വ രൂപമായ ജാതി വ്യവസ്ഥയെ തകർത്ത് പുതിയ ഒന്നിനെ സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള ഈ ആശയങ്ങൾ, അതാണ് റവല്യൂഷണറി കോൺഷ്യസ്നസ്. അത് വരുന്നത് ഐഡിയോളജിയിൽ നിന്നുമാണ്, അഥവാ ദർശനത്തിൽ നിന്നുമാണ്. അതുകൊണ്ട് തീർച്ചയായും അയ്യൻകാളിയുടെ ഫിലോസഫി ഓഫ് അയ്യൻകാളിയൻ ചിന്തകൾ നമുക്ക് തരേണ്ടി വരും. അതില്ല എന്നല്ല, അതാരും തെരഞ്ഞു പോയില്ല, ആരും അതിനെ വ്യാഖ്യാനിച്ചില്ല. പക്ഷെ നമുക്ക് വില്ലുവണ്ടിക്ക് അതിന് ശ്രമിക്കാം. ഒരു അയ്യൻകാളിയൻ ഫിലോസഫിയുണ്ട്, ഫിലോസഫി ഓഫ് അയ്യൻകാളിയൻ ദർശനമുണ്ട്, അയ്യൻകാളിയൻ ചിന്തകളുണ്ട്. ആ ചിന്തകൾ ലോകത്തെവിടെയും ജനാധിപത്യപരമായി വികസിച്ച ചിന്തകളോട് സാമ്യമാണ്. കാരണം അത് മനുഷ്യന്റെ അന്തസ്സിന് വേണ്ടിയുള്ള ആലോചനകളിൽ നിന്ന് ആരംഭിച്ചു. മനുഷ്യന്റെ ഡിഗ്നിറ്റി, അന്തസ്, രണ്ട് മനുഷ്യർക്കിടയിലെ തുല്യത, ഇക്വാലിറ്റി, സവർണർക്കൊപ്പം മറ്റേത് മനുഷ്യർക്കുമൊപ്പം തുല്യമായി പഠിക്കാൻ, തുല്യമായി വഴി നടക്കാൻ, തുല്യമായ വസ്ത്രധാരണം നടത്താൻ, തുല്യമായ സ്വത്ത് സമ്പാദിക്കാൻ, ഭൂമി സമ്പാദിക്കാൻ, തുല്യമായ അധ്വാനത്തിൽ തുല്യമായ കൂലി ലഭിക്കാൻ, ഇങ്ങനെയുള്ള ആധുനികമായ മൂല്യങ്ങളെയും ആധുനികമായ വീക്ഷണങ്ങളെയും മുന്നിൽ വെച്ചുകൊണ്ടാണ് മഹാത്മാ അയ്യങ്കാളി പോരാട്ടം നയിച്ചതെങ്കിൽ ഇക്വാലിറ്റിയുടെയും നീതിയുടെയും സ്വാതന്ത്ര്യത്തിൻ്റെയും അന്തസ്സിൻ്റെയും അടിസ്ഥാനത്തിലുള്ള ഒരു വിപ്ലവ ദർശനം തന്നെയാണ് അയ്യൻകാളിയൻ ഫിലോസഫി എന്ന് പറയുന്നത്. അംബേദ്കർ ഫിലോസഫിയും അയ്യൻകാളിയൻ ഫിലോസഫിയും ഇതേപോലെ തന്നെ ചേർന്ന് നിൽക്കുന്നതാണ്. അതുകൊണ്ട് വരുന്നാൾ കേരളം ഈ മഹാത്മാ അയ്യങ്കാളിയുടെ ചിന്തകളെ, അതിനെ ഒരു ദർശനമായി പഠിക്കേണ്ടതുണ്ട്, അപഗ്രഥിക്കേണ്ടത്, വ്യാഖ്യാനിക്കേണ്ടത്. ഇതൊരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ്. അങ്ങനെ ഒരു ശ്രമം നമുക്ക് നടത്തേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ടാണ് അതിലേക്ക് ഞാനൊരു ഫിലോസഫി ഓഫ് അയ്യങ്കാളി എന്നതിലേക്ക് വില്ലുവണ്ടിയുടെ ഒരു കോണ്ടക്സ്റ്റിൽ ഞാൻ അങ്ങനെ പറഞ്ഞു വെക്കുന്നത്. പിന്നെ ഈ പ്രബുദ്ധത എന്ന് പറയുന്നത്, പ്രബുദ്ധത അത് ഏറ്റവും ഉയർന്ന ഘട്ടത്തിലെത്തുമ്പോഴാണ് അത് ആക്ഷനായിട്ട് മാറുന്നത്. നമ്മുടെ മനസ്സ് പ്രബുദ്ധത എന്നാണ്. അതിൻ്റെ പേരാണ് റവല്യൂഷൻ എന്ന് പറയുന്നത്. ബക്കറ്റ് നിറഞ്ഞാൽ പിന്നെ വെള്ളത്തിന് പുറത്തോട്ട് ഒഴുകാതിരിക്കാൻ കഴിയാത്തതുപോലെയാണ് വിപ്ലവപരമായ ആശയപരമായ വികാസം ഒരു ജനതയ്ക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നീട് അതിന് വ്യവസ്ഥകൾക്കെതിരെ എരിഞ്ഞടങ്ങാത്ത പോരാട്ടമായി മാറുകയല്ലാതെ അതിന് അടങ്ങിയിരിക്കാനാവില്ല. അതുകൊണ്ടാണ് റവല്യൂഷൻ ദ മദർ ഓഫ് ഫിലോസഫി ഈസ് ദ മദർ ഓഫ് റവല്യൂഷൻ എന്ന് പറയുന്നത്. അതിന് പെറ്റുനോവ് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പുറത്തു വന്നേ പറ്റുള്ളൂ റവല്യൂഷൻ. അതുപോലെയാണ് പോരാട്ടം. അപ്പോൾ അത്തരത്തിലുള്ളൊരു മനസ്സിൻ്റെ ഏറ്റവും ഉയർന്ന ഒരു തലമാണ് പോരാട്ടം എന്ന് പറയുന്നതും ആ പോരാട്ടത്തെ മുന്നിൽ നിന്ന് നയിക്കുക എന്ന് പറയുന്നതും. പോരാട്ടത്തിൽ ഏർപ്പെടുക എന്നതും പോരാട്ടത്തെ നയിക്കുക എന്ന് പറയുന്നതും രണ്ട് കാര്യമാണ്.
അതുകൊണ്ട് മഹാത്മാ അയ്യങ്കാളി ഈ ജനാധിപത്യ പോരാട്ടത്തെ നയിക്കുകയാണ്. ഈ വാസ് ലീഡിങ്, റവല്യൂഷൻ ലീഡ് ചെയ്യുകയാണ്. അങ്ങനെ ലീഡ് ചെയ്യുമ്പോൾ ആ വിപ്ലവത്തെ, ഒരു ജനതയെ, ഒരു കാലഘട്ടത്തെ, ഒരു പോരാട്ടത്തെ ഇങ്ങനെ വളരെ കൃത്യമായി നയിക്കുന്ന ആ ഒരു നായകമായ ഡെവലപ്മെൻ്റാണ് ബോധോദയം എന്ന് പറയുന്നത്. അപ്പോൾ എൻലൈറ്റ്മെൻ്റ് എന്ന് പറയുന്നത്, ബോധോദയം എന്ന് പറയുന്നത് വിപ്ലവപരമായ അവബോധത്തിൽ ഏറ്റവും വികസിതമായ ഘട്ടമായതുകൊണ്ട് ആ ഒരു ബോധോദയം ആണ് മഹാത്മാ അയ്യങ്കാളിക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് ബുദ്ധന് കിട്ടിയതുപോലുള്ളൊരു എൻലൈറ്റ്മെൻ്റ് ആണ് ബാബാ സാഹേബ് അംബേദ്കർ പിന്നീട് ആർജിച്ച ആ ഒരു എൻലൈറ്റ്മെൻ്റ് ആണ് മഹാത്മാ അയ്യങ്കാളി കേരളത്തിൽ നിന്നുകൊണ്ട് യഥാർത്ഥത്തിൽ അദ്ദേഹം കരസ്ഥമാക്കുന്നത്, പ്രകടിപ്പിക്കുന്നത്. അതുകൊണ്ട് മഹാത്മാ അയ്യങ്കാളിയെ ഞാൻ വിളിക്കാൻ ആഗ്രഹിക്കുന്നത് കേരളത്തിൻ്റെ ബുദ്ധൻ എന്നാണ്. മഹാത്മാ അയ്യങ്കാളി കേരളത്തിൻ്റെ ബുദ്ധനാണ്. മഹാത്മാ എന്ന ഈ പട്ടം ആദ്യം ഉച്ചരിച്ച, അങ്ങനെ കേരളത്തിൽ മഹാത്മാ അയ്യങ്കാളിക്ക് മഹാത്മാ എന്ന പദമാണ് കൊടുക്കേണ്ടത്. കാരണം ഇന്ത്യ ചരിത്രത്തിൽ ബ്രാഹ്മണ മേൽക്കോയ്മയ്ക്കെതിരെ ഏറ്റവും വലിയ പോരാട്ടം ചരിത്രത്തിൽ നടത്തിയ മഹാത്മാ ജ്യോതിബ ഫൂലെ 1840-കളിൽ മഹാത്മാ ജ്യോതിബ ഫൂലെ, ആ മഹാത്മാ ജ്യോതിബ ഫൂലെയുടെ ആ പോരാട്ടം, സമാനമായ പോരാട്ടമാണ് മഹാത്മാ അയ്യങ്കാളി നടത്തിയത്. അതുകൊണ്ട് മഹാത്മാ എന്ന പട്ടം, പദവി ഇന്ത്യ ചരിത്രത്തിൽ ആദ്യം നൽകപ്പെട്ടത് മഹാത്മാ ഫൂലെയ്ക്കാണ്. ആ മഹാത്മാ ജ്യോതിബ ഫൂലെയാണ് ബാബാ സാഹേബ് അംബേദ്കർ അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ ഗുരുവായി വിശേഷിപ്പിച്ചത്. എൻ്റെ രണ്ടാമത്തെ ഗുരുനാഥൻ ഫൂലെയാണ്. ഒന്നാമത്തത് ബുദ്ധനാണ്. ബാബാ സാഹേബ് പറഞ്ഞ നിങ്ങൾക്കറിയാം, എനിക്ക് 3 ഗുരുക്കന്മാരുണ്ട്. ഒന്നാമത്തത് എൻ്റെ ഗുരു ബുദ്ധനാണ്, രണ്ടാമത്തെ എൻ്റെ ഗുരു ഫൂലെയാണ്, മൂന്നാമത്തെ എൻ്റെ ഗുരു കബീർദാസാണ്. ഇങ്ങനെ 3 ഗുരുക്കന്മാരെ ബാബാ സാഹേബ് അംബേദ്കർ അടയാളപ്പെടുത്തുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ രണ്ടാമത്തെ ഗുരുവായ മഹാത്മാ ഫൂലെ, അദ്ദേഹത്തിന് ചരിത്രം കൊടുത്ത മഹാത്മാ എന്ന വിശേഷണം, ഗ്രേറ്റ്, അത്രേ അർത്ഥമുള്ളൂ, ഏറ്റവും ഉയർന്നവൻ, ദ ഗ്രേറ്റസ്റ്റ്, മഹാൻ. ആ നിലയ്ക്ക് കേരളത്തിൽ ആ മഹത്വത്തിന് അർഹനാരാണ്? അയ്യങ്കാളിയാണ് എന്ന് തീരുമാനിച്ചു. അങ്ങനെയാണ് 1991 മാവേലിക്കര ബേസിക് ട്രെയിനിങ് സ്കൂളിൽ കേരള ദളിത് പാന്ത പ്രസ്ഥാനത്തിൻ്റെ പ്രഥമ സംസ്ഥാന സമ്മേളനം നടക്കുമ്പോൾ ആ സമ്മേളന വേദിയിൽ വെച്ച് ഞങ്ങൾ മഹാത്മാ എന്ന പട്ടം മഹാത്മാ അയ്യങ്കാളിക്ക് അങ്ങനെ പ്രഖ്യാപിക്കുന്നു. അങ്ങനെ ഇന്നത് കേരളം ഏറ്റെടുക്കുമ്പോൾ എല്ലാവരും ഇന്ന് ഏറ്റെടുക്കും. ചരിത്രകാരന്മാർ ഏറ്റെടുക്കുന്നു, പത്രക്കാർ, മാധ്യമങ്ങൾ ഏറ്റെടുക്കുന്നു. ഇന്ന് അയ്യങ്കാളി എന്ന് അങ്ങ് പറയാൻ ആർക്കും സാധിക്കത്തില്ല. മഹാത്മാ എന്നുകൂടി പറയാതെ അയ്യങ്കാളി എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാൻ കഴിയാത്ത രീതിയിലേക്ക് കേരളത്തിൻ്റെ പൊതുബോധത്തെ സൃഷ്ടിക്കാൻ KDP എന്ന പ്രസ്ഥാനത്തിനും അതിൻ്റെ ലീഡർഷിപ്പിലിരുന്നുകൊണ്ട് ഞങ്ങളെപ്പോലുള്ളവർക്കും സാധിച്ചു എന്നതിൽ വലിയ അഭിമാനമുണ്ട്. അത് ചരിത്രത്തിൽ മഹാത്മാ അയ്യങ്കാളിക്ക് കൊടുക്കേണ്ട ദക്ഷിണകളുടെ ഭാഗമാണ്. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞത് കേരളത്തിൻ്റെ ബുദ്ധനാണ്. മഹാത്മാ എന്ന പട്ടം കൊടുത്ത ആ നാവ് കൊണ്ട് തന്നെ ഞാൻ മഹാത്മാ അയ്യങ്കാളിയെ കേരളത്തിൻ്റെ ബുദ്ധൻ എന്ന് വിശേഷിപ്പിക്കുന്നു. അത്രത്തോളം പറഞ്ഞ് അവിടെ ഞാൻ നിർത്തുകയാണ്.